പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൈക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന അധ്യായത്തിലെ ഒരു ടോപ്പിക്കാണ്. In the previous classes, we have studied about the concept of demand and the major determinants of demand. The most important factor which is affecting on demand for the good is its price. And we have realized the important relationship between price of the good and demand for that good. The relation between price and demand for the good generally is negative. That means when the price of the good increases, its demand is falling. On the other hand, when the price of the good is falling, its demand is increasing. That is the negative relationship between price and demand for the goods. അതായത് നമ്മൾ മുമ്പേയുള്ള ക്ലാസ്സിൽ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ചോദനവും ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഒരു വസ്തുവിനുള്ള ചോദനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ വസ്തുവിന്റെ വിലയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വിലയും ചോദനവും തമ്മിൽ ഒരു നെഗറ്റീവ് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ വിപരീത ബന്ധമാണുള്ളത് എന്നാണ് നമ്മൾ തൊട്ടു മുമ്പേയുള്ള ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചത്. അതായത് വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ ചോദനത്തിന്റെ അളവ് കുറയുകയും വസ്തുവിന്റെ വില കുറയുമ്പോൾ ചോദനം ചെയ്യപ്പെടുന്നതിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവായി നമുക്ക് കമ്പോളത്തിൽ ഉപഭോക്താവിന്റെ ഉപഭോഗശീലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. From this negative relationship between price and demand for the goods, we can formulate a general law for the demand. That law is known as law of demand. Today, our topic is law of demand. അതായത് വിലയും ചോദനവും തമ്മിലുള്ള വിപരീത ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ നെഗറ്റീവ് ബന്ധത്തിൽ നിന്ന്, അതായത് വില കൂടുമ്പോൾ ചോദനം കുറയുമെന്നും വില കുറയുമ്പോൾ ചോദനം കൂടുമെന്നുമുള്ള പൊതുവായ ഉപഭോഗ ശീലത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആ ബന്ധത്തെ ഒരു നിയമമായി പ്രസ്താവിക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണത്. ആ നിയമത്തെ നമ്മൾ വിളിക്കുക ചോദന നിയമം എന്നാണ്, ലോ ഓഫ് ഡിമാൻഡ് എന്നാണ്. ടുഡേ അവർ ടോപ്പിക് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. The law of demand explains the negative or inverse relationship between price and demand for the goods. That means when the price of the good is increasing, its demand falls. Or when the price of the good falls, its demand is increasing. അല്ലേ, പൊതുവെ അങ്ങനെയാണല്ലോ സംഭവിക്കുക. ചോദന നിയമം വിശദമാക്കുന്നതാണ്. അതായത് ഒരു വസ്തുവിന്റെ വിലയും ചോദനം ചെയ്യപ്പെടുന്ന അളവും തമ്മിൽ വിപരീത ബന്ധമാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ബന്ധമാണ് ഉള്ളത് എന്ന് വിശദമാക്കുന്ന നിയമത്തെയാണ് ചോദന നിയമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ ചോദനം ചെയ്യപ്പെടുന്ന അളവ് കുറയുകയും വസ്തുവിന്റെ വില കുറയുമ്പോൾ ചോദനം ചെയ്യപ്പെടുന്നതിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പൊതുവെ നാം ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കളുടെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഈ ബന്ധം കാണാം, അല്ലേ? നമ്മൾ ഒരു വസ്തുവിന്റെ വില കൂടിയാൽ അതിന്റെ കുറച്ച് മാത്രം ഉപയോഗിക്കും. വില കുറഞ്ഞു വരികയാണെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ശീലവും നമുക്ക്, അല്ലെങ്കിൽ ചോദനം ചെയ്യുന്ന ശീലവും നമുക്ക് ഉണ്ടാകുന്നതായി കാണാം. So, the law of demand states that the quantity demanded of a good is inversely or negatively related to its price. ഒരു വസ്തുവിന്റെ ചോദനം ചെയ്യപ്പെടുന്ന അളവ്
അതിന്റെ വിലയുമായി നെഗറ്റീവ് ബന്ധം കാണിക്കുന്നു എന്നുള്ളതാണ് ചോദന നിയമം പ്രസ്താവിക്കുന്നത്. ആ ചോദന നിയമം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് വില വർദ്ധിക്കുമ്പോൾ ചോദനം കുറയുകയും വില കുറയുമ്പോൾ ചോദനത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. And we can explain this law of demand by using two economic tools. രണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ആശയങ്ങളിലൂടെ നമുക്കിതിനെ ഈ ചോദന നിയമത്തെ ഒന്നുകൂടി വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും. The two important economic tools are, one is demand schedule, ചോദന പട്ടിക എന്ന് പറയാം, and second one is demand curve, ചോദന വക്രം എന്നും പറയാം. അതായത് we can study in detail the law of demand by using a demand schedule and a demand curve. Here I have mentioned a demand schedule. ഞാനിവിടെ ഒരു ചോദന പട്ടിക കാണിച്ചിട്ടുണ്ട്. എന്താ ഈ പട്ടികയിൽ കാണുന്നത്? ആ പട്ടികയ്ക്ക് രണ്ട് കോളംസ് ആണുള്ളത് അല്ലെ. രണ്ട് കോളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതുന്നത് വസ്തുക്കളുടെ വിലകളാണ്, പ്രൈസസ് എന്ന് പറഞ്ഞിരിക്കുന്ന കോളത്തിൽ അത് എഴുതിയിരിക്കുന്നു. ഇൻ സെക്കൻഡ് കോളം we mentioned quantities demanded. ആ വിലകൾക്ക് ഡിമാൻഡ് ചെയ്യപ്പെട്ട അളവുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. വിലകൾ നോക്കിയേ, 5, 10, 15, 20, 25 വസ്തുവിന്റെ വ്യത്യസ്ത വിലകളാണ്. ആ ഓരോ വിലക്കും ചോദനം ചെയ്യപ്പെടുന്ന അളവ് നോക്കിയേ. 5 രൂപക്ക് ചോദനം ചെയ്യപ്പെടുന്ന അളവ് 50 യൂണിറ്റ്സ്, 10 രൂപക്ക് ചോദനം ചെയ്യപ്പെടുന്ന അളവ് 40 യൂണിറ്റ്സ്. വാട്ട് ഹാപ്പൻ ടു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? When price increases from 5 to 10, quantity demanded of that good decreases from 50 to 40 units. അല്ലേ? വില 5 രൂപയിൽ നിന്ന് 10 രൂപയിൽ വർദ്ധിച്ചപ്പോൾ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചോദനം ചെയ്യപ്പെടുന്ന അളവ് 50 യൂണിറ്റിൽ നിന്ന് 40 യൂണിറ്റ് ആയി കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെ വില നിലവാരം ഓരോ ഘട്ടത്തിൽ കൂടുന്നതനുസരിച്ചും ചോദനം ചെയ്യപ്പെടുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നത് കാണുന്നില്ലേ? The last price is 25. How much quantity is demanded? Only 5 units. അപ്പോൾ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ചോദനം ചെയ്യപ്പെടുന്നതിന്റെ അളവ് അവിടെ കുറഞ്ഞു വരുന്നത് കാണാം. അങ്ങനെ ഒരു വസ്തുവിന്റെ വ്യത്യസ്ത വിലകളെയും ആ വിലകൾക്ക് ചോദനം ചെയ്യപ്പെടുന്ന അളവുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ടേബിളിനെയാണ്, ഒരു പട്ടികയാണ് ചോദന പട്ടിക എന്ന് വിളിക്കുന്നത്. That means demand schedule is a table which shows the relationship between prices and quantities demanded of a good. ഒരു വസ്തുവിനുള്ള വ്യത്യസ്ത വിലകളും ആ വിലകൾക്ക് ചോദനം ചെയ്യപ്പെടുന്ന അളവുകളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടികയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ചോദന പട്ടിക എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പട്ടികയാണ്. ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് when the price of goods are increasing, quantities demanded are decreasing. അല്ലേ? വസ്തുവിന്റെ വിലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദനം ചെയ്യപ്പെടുന്ന അളവുകൾ കുറഞ്ഞു വരുന്നതായി കാണാം. നേരെ തിരിച്ച് ടേബിളിന്റെ അടിവശത്ത് മുകളിലേക്ക് എടുത്തോളൂ. വസ്തുവിന്റെ വില കുറയുന്നതിനനുസരിച്ച് ചോദനം ചെയ്യപ്പെടുന്നതിന്റെ അളവ് കൂടി വരുന്നതായി കാണാം. So this demand schedule explains the negative relation between price and demand. That means this is an explanation of law of demand. Yes, based upon this demand schedule, we can prepare a graph. How can we draw a graph here? To draw the graph of this schedule, we measure quantities demanded on x-axis and the prices of goods are measured along y-axis. x-അക്ഷത്തിൽ നമ്മൾ ചോദനം ചെയ്യപ്പെടുന്നതിന്റെ അളവുകളും y-അക്ഷത്തിൽ വസ്തുവിന്റെ വിലകളും എടുത്തുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുക ഈ പട്ടിക ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? x-അക്ഷത്തിൽ നമ്മൾ ചോദനത്തിന്റെ അളവുകളാണ് എടുക്കുന്നത്, y-അക്ഷത്തിൽ വിലകളാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ടേബിളിലെ ഒന്നാമത്തെ വില നോക്കൂ, ₹5. How much quantity is demanded here? 50 units. 5 രൂപക്ക് ചോദനം ചെയ്യപ്പെടുന്ന അളവ് 50 ആണ്. അതേപോലെ 10 രൂപക്ക് ചോദനം ചെയ്യപ്പെടുന്ന അളവ് 40 യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗ്രാഫ് വരച്ചതിന് ശേഷം x അക്ഷത്തിൽ ചോദനത്തിന്റെ അളവും y അക്ഷത്തിൽ വിലകളും അടയാളപ്പെടുത്തുന്നു.
എക്സെട്ര ചോദനത്തിന്റെ അളവ് 5, 10, 15, 20, 30, 35 അങ്ങനെ 50 വരെ അടയാളപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാം. വിലകളെ നമുക്ക് മാക്സിമം വേണ്ടത് നമ്മുടെ ടേബിൾ വെച്ചിട്ട് 25 ആണ്. അപ്പൊ 5, 10, 15, 20, 25 എന്ന് പറഞ്ഞിട്ട് y അക്ഷരത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് കാണാം. ഇനി ഒന്നാമത്തെ വിലയെടുക്കുക. 5 രൂപക്ക് നേരെയുള്ള ഡിമാൻഡിന്റെ അളവ് എത്ര നോക്കൂ, 50 യൂണിറ്റ്സ്. പ്ലോട്ട് ദാറ്റ് പോയിന്റ് ഇൻ ദ ഗ്രാഫ്. ഗ്രാഫിൽ നമ്മൾ ആ പോയിന്റ് അടയാളപ്പെടുത്തുക. അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് നോക്കിയേ, എ എന്ന് കിട്ടും. ഇനി വില 10ലേക്ക് വർദ്ധിച്ചു. അപ്പം ചോദന ചെയ്യപ്പെടുന്ന അളവ് ടേബിളിൽ നോക്കൂ, 40 യൂണിറ്റ് ആണ്. അപ്പൊ 10 രൂപക്ക് നേരെ എത്ര പ്ലോട്ട് ചെയ്യുക, 40 യൂണിറ്റ് പ്ലോട്ട് ചെയ്യുക. അപ്പം ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇനി വീണ്ടും വസ്തുവിന്റെ വില വർദ്ധിച്ചു, 15 രൂപയിലേക്ക് വർദ്ധിച്ചു. ചോദന ചെയ്യപ്പെട്ട അളവ് എത്രയാന്ന് നോക്കിയേ, 25 ആണ്. 25 പ്ലോട്ട് ചെയ്യുക. വീണ്ടും വില വർദ്ധിച്ചു, 15 20 ആയി. 20 ആയപ്പോൾ ചോദന ചെയ്യപ്പെട്ട അളവ് വീണ്ടും 25 നിന്ന് 10 ചുരുങ്ങിയതാണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ 10ലേക്ക് പ്ലോട്ട് ചെയ്യുക. അടുത്ത പോയിന്റ് കിട്ടും. വീണ്ടും വസ്തുവിന്റെ വില വർദ്ധിച്ചു അല്ലേ, 15 20ലേക്ക് എത്തിയപ്പോഴുള്ള മാറ്റം. അപ്പൊ ചോദന ചെയ്യപ്പെടുന്ന അളവ് മാറി, ആ പ്ലോട്ട് ചെയ്തു. 20 25ലേക്ക് മാറിയപ്പോൾ നോക്കിയേ, വീണ്ടും ചോദനത്തിന്റെ അളവ് 5ലേക്ക് ചുരുങ്ങി. അപ്പൊ 5ൽ പ്ലോട്ട് ചെയ്യാം. അപ്പൊ എ ബി സി ഡി ഇ എന്നിങ്ങനെ ബിന്ദുക്കൾ നമുക്ക് അവിടെ കിട്ടുന്നതായി കാണാം. ഈ ബിന്ദുക്കളെ നമ്മളൊന്ന് യോജിപ്പിച്ച് നോക്കൂ. അങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്രാഫ് ലഭിക്കുന്നതായി കാണാം. That graph is known as demand curve. ആ ഗ്രാഫിനെയാണ് നമ്മൾ ചോദന വക്രം എന്ന് വിളിക്കുന്നത്. എന്താണ് ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത? ഡിമാൻഡ് കർവ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്പിംഗ്. ചോദന വക്രം ഇടത്തു നിന്ന് വലത്തോട്ട് താഴേക്ക് ചെരിഞ്ഞു വരുന്നു. അതിന്റെ ചെരിവ് നെഗറ്റീവ് ആണ്. What is the reason? Because when price increases, demand for that good decreases. When price is falling, demand for that good is increasing. വസ്തുവിന്റെ വില കുറയുമ്പോൾ ചോദനത്തിന്റെ അളവ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ വസ്തുവിന്റെ വില കൂടുമ്പോൾ ചോദനത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് നാം ഇവിടെ വരച്ചെടുത്തിരിക്കുന്ന ഗ്രാഫ് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ട് കിട്ടുന്നത്. Then what is demand curve? Demand curve is the graphic presentation of or the graph representing demand schedule is called as demand curve. ഒരു ചോദന പട്ടികയിൽ നിന്നും തയ്യാറാക്കുന്ന വക്രത്തെയാണ്, ഗ്രാഫിനെയാണ് ചോദന വക്രം എന്ന് വിളിക്കുന്നത്. എന്താ വക്രം കാണിക്കുന്നത്? the relation between various prices and various quantities demanded of that goods. വസ്തുവിന്റെ വ്യത്യസ്ത വിലകളും ആ വിലകൾക്ക് ചോദനം ചെയ്യപ്പെട്ട വ്യത്യസ്ത അളവുകളും തമ്മിലുള്ള ബന്ധമാണ് ഈ വക്രം കാണിക്കുന്നത്. Here the shape of demand curve is negative slope. ചോദന വക്രത്തിന്റെ ആകൃതി നെഗറ്റീവ് സ്ലോപ്പ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. Realize the law of demand and explanation of law of demand based upon demand schedule and demand curve. അല്ലേ, എന്താണ് ചോദന നിയമമെന്നും ചോദന നിയമം എന്ന് പറയുന്ന നിയമത്തെ വിശദീകരിക്കാൻ നമ്മൾ ചോദന പട്ടികയും ചോദന വക്രവും എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ചോദന നിയമം ബാധകമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നോർമൽ ഗുഡ്സിന്റെ കേസിൽ മാത്രമായിരിക്കും. ചോദന നിയമം പൊതുവെ ബാധകമാകുക സാധാരണ വസ്തുക്കളുടെ കേസിലായിരിക്കും. വിലയും ചോദനവും തമ്മിൽ നെഗറ്റീവ് ബന്ധം കാണിക്കുന്ന ഗുഡ്സുകളെ നമുക്ക് നോർമൽ ഗുഡ്സ് എന്ന് വിളിക്കാം. നോർമൽ ഗുഡ്സ് ഷോ the negative relationship between price and demand. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ എല്ലാ ഗുഡ്സുകളുടെയും കാര്യത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് കാണാൻ സാധിക്കില്ല. ഒരു ഗുഡ്സിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് അതിനെ വിളിക്കുക. എന്ത് വിളിക്കുക? ഇൻഫീരിയർ ഗുഡ്സ്. ഞാൻ പറയാം ഒരു ഉദാഹരണത്തിലൂടെ. നമ്മുടെ നാട്ടിലൊക്കെ പക്ഷിപ്പനി പിടിപെട്ടിരുന്നു, ഉണ്ടാവുമല്ലോ. പക്ഷിപ്പനി പിടിപെട്ടപ്പോൾ നമ്മൾ കണ്ടത് ചിക്കന്റെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു പോവുക. പ്രൈസ് ഓഫ് ചിക്കൻ ഈസ് ഫാളിങ് അല്ലേ. ചിക്കന്റെ കോഴിയിറച്ചിയുടെ വില നിലവാരം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെ കോഴിയിറച്ചിയുടെ വില നിലവാരം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് കോഴിക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കേണ്ടത്? കോഴിക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കണം. പക്ഷെ എന്താ സംഭവിച്ചത്? പക്ഷിപ്പനി കാരണം കോഴിയുടെ ഡിമാൻഡ്, കോഴിക്കുള്ള ചോദന, കോഴിയിറച്ചിക്കുള്ള ചോദനത്തിന്റെ അളവ് എന്തായി പോവുകയും ചെയ്തത്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്തത്.
അല്ലെ? വില കുറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു വേണ്ടത്? ചിക്കന്റെ ഡിമാൻഡ് കൂടുകയാണ് വേണ്ടത്. പക്ഷെ ചിക്കൻ അവിടെ ഇൻഫീരിയർ ഗുഡ്സ് ആയി മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. താണതരം വസ്തുവായി. അപ്പൊ എന്താ താണതരം വസ്തുവിന്റെ പ്രത്യേകത? ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് for which its demand is falling when its price falls. വില നിലവാരം കുറയുമ്പോൾ ചോദനം കുറഞ്ഞു പോകുന്ന വസ്തുക്കളെയാണ് പൊതുവെ താണതരം വസ്തുക്കൾ അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. താണതരം വസ്തുക്കൾ. വില കുറയുക അല്ലെങ്കിൽ നമ്മുടെ വരുമാനം കൂടുക, രണ്ടും സംഭവിക്കാം. വില കുറയുകയോ നമ്മുടെ വരുമാനം കൂടുകയോ ചെയ്താൽ കുറച്ചു മാത്രം ചോദനം ചെയ്യപ്പെടുന്ന വസ്തുക്കളെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ചിക്കൻ would be inferior goods due to the spread of bird flu. പക്ഷിപ്പനി പിടിപെട്ടപ്പോൾ ചിക്കൻ ഒരു ഇൻഫീരിയർ ഗുഡ്സ് ആയി മാറുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. അത്തരം പഠനമൊക്കെ നടത്തിയ സാമ്പത്തിക ശാസ്ത്രകാരനൊക്കെ ഉണ്ട്. റോബർട്ട് ഗിഫിൻ ഇൻഫീരിയർ ഗുഡ്സിനെ കുറിച്ച് പഠനം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രകാരനാണ് റോബർട്ട് ഗിഫിൻ. ഗിഫിൻ ഗുഡ്സ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചില പഠനങ്ങളിലൂടെ വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ, പ്രായോഗികമല്ല എന്ന് വേണം നിങ്ങൾ കാണാൻ. ഇനി ലക്ഷറി ഗുഡ്സ്, ആഡംബര വസ്തുക്കളുടെ കേസിലും ചിലപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ല. എന്താ ആഡംബര വസ്തുവിന്റെ പ്രത്യേകത? ഒരു വസ്തു ആഡംബര വസ്തു ആകുന്നതിന്റെ പിന്നിൽ അതിന്റെ വില നിലവാരം വലിയൊരു ഘടകമാണ്. ലക്ഷറി ഗുഡ്സ് ആർ മോർ ഡിമാൻഡ് അറ്റ് ഹൈ പ്രൈസ്. ഉയർന്ന വില നിലവാരത്തിൽ മാത്രമേ പലപ്പോഴും ആഡംബര വസ്തുക്കൾ കൂടുതൽ ചോദനം ചെയ്യപ്പെടുകയുള്ളൂ. ആർട്ടിക്കിൾസ് ഓഫ് ഓസ്റ്റന്റേഷൻ, പൊങ്ങച്ച വസ്തുക്കൾ എന്നൊക്കെയാണ് അതിനെ ഒരു സാമ്പത്തിക ശാസ്ത്രകാരൻ വിളിച്ചത്. തോസ്റ്റീൻ വെബ്ലൻ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ അത്തരം വസ്തുക്കളെ വിളിച്ച പേരാണത്. ആർട്ടിക്കിൾസ് ഓഫ് ഓസ്റ്റന്റേഷൻ, പൊങ്ങച്ച വസ്തുക്കൾ. വില കൂടിയാൽ മാത്രമേ നമ്മൾ ആ വസ്തുവിനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യൂ. അപ്പൊ അവിടെ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് കാണാൻ പറ്റില്ല. ആഡംബര വസ്തുക്കളുടെ കേസിൽ, വളരെ അത്യാവശ്യമായ വസ്തുക്കളുടെ കേസിലും പലപ്പോഴും ലോ ഓഫ് ഡിമാൻഡ് ബാധകമാകില്ല. അപ്പം എല്ലാ ഗുഡ്സിന്റെ കേസുകളിലും ലോ ഓഫ് ഡിമാൻഡ് അപ്ലിക്കബിൾ അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ടോപ്പിക് നമ്മളിവിടെ പൂർത്തിയാക്കാൻ പോവുകയാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്, എന്താണ് ചോദന നിയമം, ലോ ഓഫ് ഡിമാൻഡ് മനസ്സിലാക്കുവാനുള്ള രണ്ട് എക്കണോമിക് ടൂൾസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഡിമാൻഡ് ഷെഡ്യൂൾ, ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് ഷെഡ്യൂളിന്റെ അന്ന് ഡിമാൻഡ് കർവ് തയ്യാറാക്കുന്നത് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ ചെറിയ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനാവശ്യമായ നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്ലൈഡുകളൊക്കെ ഇതിന്റെ തുടർച്ചയായി കൊടുത്തിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിലേക്ക്. ആൻഡ് മീറ്റ് അഗെയിൻ. താങ്ക് യു.